Отечества наше казенное слава. ഇത് കണ്ടപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പേടി തോന്നിയോ? പേടി തോന്നാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എനിക്ക് ചെറിയ രീതിയിൽ പേടി തോന്നി അവരുടെ മുഖംമൂടി പരിപാടിയൊക്കെ കണ്ട സമയത്ത്. എനിക്ക് ഈ മുഖംമൂടി വെച്ചിട്ടുള്ള ആളുകളെ പണ്ടേ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ മുഖംമൂടി വെച്ചിട്ടുള്ള ആളുകളെയൊക്കെ തീവ്രവാദികളായിട്ടും അല്ലെങ്കിൽ മുഖംമൂടി വെച്ചിട്ട് മുഖം കാണിക്കാനായിട്ട് വരാത്ത ആളുകളെയൊക്കെ അപകടകാരികളായിട്ടുമൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോന്നിയ പേടിയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ട് തോന്നിയ പേടിയല്ല. പിന്നെ എഴുതിയത് വായിക്കാനായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു എഴുത്ത് വലിയ പ്രശ്നമുള്ള എഴുത്തൊന്നുമല്ല. എന്നാലും നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. 90s കിഡ്സിൽ പല ആളുകളും പങ്കുവച്ചിട്ടുള്ള ബാല്യകാല അനുഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാണ് പണ്ട് ഞായറാഴ്ചകളിൽ ദൂരദർശനിൽ വൈകിട്ട് 4 മണിക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു മലയാള സിനിമ. ആ സിനിമ ഏതാണ് എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ ശനിയാഴ്ച മുതൽ തന്നെ തുടങ്ങും. അത് ഏത് സിനിമയാണെന്ന് അറിയാനായിട്ട് പത്രത്തിൽ പല വഴികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊക്കെ തെറ്റാറുണ്ട്. വലിയ ആകാംക്ഷയോടെ ഞായറാഴ്ച വൈകിട്ട് ആ ഒരു സിനിമ കാണാനായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഇടിയോട് കൂടിയ മഴ പെയ്യുന്നത്. പിന്നെ കറണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇടിയുടെ ആ ഒരു ചെറിയ പ്രകമ്പനം കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ TV ഡിസ്കണക്ട് ചെയ്തിടും, ആൻറ്റിന ഡിസ്കണക്ട് ചെയ്തും ഇടിവെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പല ദിവസങ്ങളിലും TVക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ കാണുകയെന്നുണ്ടെങ്കിൽ ചില ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് കളി ഉള്ളതുകൊണ്ട് സിനിമ ഉണ്ടാവത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അന്നൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് മുതൽ നമ്മൾ കാണുന്ന ഒരു കലാകാരനാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടെയാണ് നമ്മൾക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്. വളരെ വിരളമായിട്ടുള്ള ചില ഇൻ്റർവ്യൂകൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ മിതമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂകളിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് തന്നെ വളരെ കുറച്ചാണ്. വളരെ ചെറിയ ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ വളരെ അത്യാവശ്യമെന്ന് തോന്നിയാൽ മാത്രം അഭിപ്രായം പറയുന്ന, എന്നാൽ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ. ഇപ്പോൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ജനപ്രിയനാണ് അദ്ദേഹം. ഈ മനുഷ്യനോട് നമുക്ക് ദേഷ്യം വരാനായിട്ടോ അല്ലെങ്കിൽ ഹെയ്റ്റ് വരാനായിട്ടോ സ്വാഭാവികമായിട്ടോ ഒരു റീസൺ ഇല്ല. ഇദ്ദേഹത്തോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ഒരു വെറുപ്പ് എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. അങ്ങനെ ഒരു വെറുപ്പ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാര്യമായിട്ടുള്ള എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ നിങ്ങൾക്ക് ഈ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ വ്യക്തികളോട് ഹെയ്റ്റ് വരാനായിട്ട് ഒരു കാരണവുമില്ല. ശരിയാണ്, സിനിമാ നടന്മാരാണ് ചില സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില സിനിമകൾ അല്ലെങ്കിൽ അവരുടെ അഭിനയമൊക്കെ നമുക്ക് ബോറായിട്ട് തോന്നും, മോശം സിനിമകളായിട്ട് തോന്നും, നമ്മളുടെ കാശ് പോയതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതിൽ അവർ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവരോട് നമുക്ക് ഹെയ്റ്റ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് കളിയാക്കാം, വിമർശിക്കാം, അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഹെയ്റ്റ് എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, അത് അസ്വാഭാവികമാണ്. സാധാരണ ആളുകളോട് ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ദേഷ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അഭിപ്രായ പ്രകടനം, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നു, അതൊരു കൂട്ടം ആളുകളെ വേദനിപ്പിക്കുന്നു, അവർ ഒഫൻഡഡ് ആക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ ദേഷ്യം തോന്നാം. എന്നാൽ ഈ പറയുന്ന മനുഷ്യന്മാർ, മമ്മൂട്ടിയോ മോഹൻലാലോ, അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു പോലും ആരെയും വെറുപ്പിക്കാറില്ല. അഭിപ്രായം ചില കാര്യങ്ങളിലൊക്കെ പറയേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുമെന്നുണ്ടെങ്കിലും അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവരുടെ സർവൈവൽ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അവർക്ക് ബാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് മാത്രം അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്താൽ മതി. ഒരാൾ അഭിപ്രായം പറയാത്തതുകൊണ്ട് അയാളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അയാളെ നമ്മൾ വെറുക്കണം എന്ന് പറയുന്നത് ശരിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ ദിവസം പ്രിയ നടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. ഒരു അവാർഡ് കിട്ടിയ സമയത്ത് ഒരു മജോറിറ്റി ആളുകൾ, സ്വാഭാവികമായിട്ടുള്ള സാധാരണ മനുഷ്യന്മാർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. നമ്മളതിനകത്ത് വേറൊരു കാര്യം കൂടെ ചിന്തിക്കും. അത് കേരളത്തിലേക്കാണ് വന്നത്. കേരളത്തിലെ ഒരു കലാകാരനാണ് ഇത്തവണ അങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുകയാണ്, ഒരു പരമോന്നത ബഹുമതി കിട്ടുകയാണ്, നിങ്ങളെല്ലാവരും അതിൽ അഭിമാനം കൊള്ളില്ലേ? നിങ്ങളുടെ കുടുംബം മുഴുവൻ അതിൽ ആനന്ദിക്കില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരു കലാകാരന് ഒരു പരമോന്നത ബഹുമതി കിട്ടുന്ന സമയത്ത് സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അവിടെ നിങ്ങൾക്ക് ഒരു വെറുപ്പ് തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എവിടെയോ സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തം ദേശം എന്നീ വികാരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ദേശത്തെക്കാട്ടിലും ഭാഷയെക്കാട്ടിലും നിങ്ങൾ മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റെന്തിനോ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വെറുപ്പ് തോന്നുന്നത്. ആ ഒരു വാർത്ത വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലുകളിലൊന്നും അദ്ദേഹം ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഒന്നും പങ്കുവച്ചിട്ടില്ല. അപ്പോഴേ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലേക്ക് ഇരച്ചെത്തിയ ചില ആളുകളുടെ കമൻറ്റുകളൊന്നും വായിക്കുകയാണ്. അതിൽ ഞാൻ എടുത്തു പറയുന്ന ചില ആളുകളുണ്ട്. ഹർഷിത് നൂറാംതോട് മഴവില്ലേട്ടൻ എന്നുള്ളതാണ് ലാലേട്ടനെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ കിണിച്ച് കാണിക്കുന്ന ഒരു സ്മൈൽ കൂടി ഇട്ട് കൊടുത്തു. ഈ ഹർഷിത് നൂറാംതോട് ആരാണെന്നറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ പ്രൊഫൈലിലേക്ക് കയറി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹർഷിം നൂറാംതോട് അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ പറയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മനോഗതിയാണ് ആ ചെങ്ങായിക്കുള്ളത്. ഹർഷിത് നൂറാംതോട് MSF കോഴിക്കോട്, മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ,
വർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം. ഏത്? വർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം. അങ്ങനെ പറയല്ലേ, അങ്ങനെയൊന്നും പറയരുതേ. ഞങ്ങൾ വർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഒരു വർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഞങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമിഴറിങ്ങി ഓടിക്കോളാൻ പറയും. പേരിൽ തന്നെ മാധവ് എടുത്തിട്ട് ഞങ്ങൾ വർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല എന്നൊക്കെ പറയാനായിട്ട് ചില്ലറ ഉളുപ്പൊക്കെ പോരാ. ഹർഷിബ് നൂറംതോട് ഏതായാലും 2 ദിവസങ്ങൾക്ക് മുൻപ് 11 വർഷത്തെ MSF ജീവിതം അവസാനിപ്പിച്ചു. ഇതിൽ മൂത്ത ഏതെങ്കിലും പരിപാടിയിലേക്ക് പോകാനായിട്ടായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് പരിപാടിയാണല്ലോ, ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി ലൈറ്റ് പരിപാടിയാണല്ലോ. ഇത്തിരി തീവ്രമാണ് ഹർഷിബ് നൂറംതോടിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ. കാരണം ആ ഒരു തീവ്രതയാണ് നമ്മൾ ആ ഒരു കമൻറ്റിൽ കണ്ടത്. ഹർഷിബ് നൂറംതോടിനെ പോലെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ആരെങ്കിലുമൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഇറങ്ങി ഓടിക്കോളാൻ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാടിൻ്റെ, നമ്മുടെ ഒരുമയുടെ, നമ്മളിൽപ്പെട്ട ഒരാളുടെ അംഗീകാരത്തെ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഇവൻ എങ്ങനെ ഒരു മനുഷ്യനെ അംഗീകരിക്കും? നീ എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്നുള്ളത് നീ വർക്ക് ചെയ്ത ആ ഒരു പാർട്ടിയുടെ പേരിൽ തന്നെ വ്യക്തമാണ്. നീ ഒരു വർഗീയനായതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. എന്തിൻ്റെ പേരിലാണ് നിനക്ക് ശ്രീ മോഹൻലാലിനോട് കലിപ്പ് തോന്നിയത്? അദ്ദേഹം ബിഗ് ബോസിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇവരെ കയറ്റുമെന്ന് ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള 2 ആളുകളോട്, മുസ്ലിങ്ങളായിട്ടുള്ള 2 ആളുകളോട് പറഞ്ഞു. നിങ്ങളുടെ മതം കൊണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടോ നിങ്ങൾ വീട്ടിൽ കയറ്റാനായിട്ട് ആഗ്രഹിക്കാത്ത ആളുകളെ ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കും. നിങ്ങളുടെ പ്രാകൃത ശിലായുഗ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് കണ്ട സമയത്ത് തോന്നിയ കലിപ്പാണ് നിൻ്റെ ആ ഒരു കമൻറ്റ്. നിന്നെ പോലെ കുറേ അവന്മാരുടെ കമൻറ്റ് അവിടെ ഉണ്ട്. നീ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി വെമ്പുന്ന ഒരുത്തനായതുകൊണ്ട് നിന്നെ അവന്മാരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് ഞാനങ്ങ് തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാർക്കിട്ടും കൊള്ളും എന്ന അറിവുള്ളതുകൊണ്ടാണ് നിന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. നീ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വല്ലാതെ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ഈ ആദില, നൂറ എന്നിവരുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇവൻ ഒരു പോസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. LGBTQ ആയാലും LBW ആയാലും മഴവിൽ ആകാശത്ത് മതി എന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. കുഴപ്പമില്ല, നിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലിട്ടതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ചോദിക്കുന്നില്ല. ഇത്തിരി കൂടി ഒച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ നിന്നോട് ചോദിക്കും ആകാശവും ഭൂമിയും നിൻ്റെ ബാപ്പാൻ്റെ ആണോ എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഒരു ഭരണഘടനയിൽ ഒരു പൗരൻ, പൗരത്വം എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടാവേണ്ട എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ കൃത്യമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇത് നിൻ്റെ മറ്റേ പച്ച സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നാടല്ല. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും വേണ്ട. ആദില, നൂറ എന്നിവർ വീട്ടിൽ കയറാൻ വരുന്ന സമയത്താണോ, നീയൊക്കെ വീട്ടിൽ കയറാൻ വരുന്ന സമയത്താണോ ആളുകൾ പേടിക്കുന്നത് എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തി നോക്കേണ്ടതാണ്. സ്വന്തം മകൾ, പെങ്ങൾ, വേണ്ടപ്പെട്ടവർ ഈ സാഹചര്യങ്ങൾ നേരിടും വരെ ചിലർക്ക് ആദിലയും നൂറയും വിപ്ലവകാരികളായിരിക്കും. പക്ഷേ ആർക്കും ആരെയും സ്നേഹിക്കാൻ, കൂടെ കഴിയാൻ, പ്രേമിക്കാം, ബന്ധം സൃഷ്ടിക്കാം, അവരുടെ പാടായി. മതപരമായി ഹോമോസെക്ഷൽസിനെ എതിർക്കുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ അവരെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചേർത്ത് പിടിക്കുകയും തന്നെ വേണം. അതൊരിക്കലും മൂള ചിന്താഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്ന വ്യക്തി ബിഗ് ബോസ് വേദിയിൽ അവരെ അധിക്ഷേപിച്ചത് ശരിയായ കാര്യമല്ല, അങ്ങനെ പറയാൻ പാടുള്ളതല്ല. അതേസമയം ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാനോ പിന്തുണയ്ക്കാനോ പാടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മദ്യപിക്കാൻ അവകാശമുണ്ടെന്ന് കരുതി അതിനെ നാം പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ. അവരായി ജീവിക്കട്ടെ, അവരുടെ ജീവിതം അവർ നേരിടട്ടെ. പിന്നെ നീ എന്ത് കാണാൻ വേണ്ടിയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്? ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു ഞാനും. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ചിന്തകളൊക്കെ മാറിയത് ഈ ഒരു ഫോബിയ ഉണ്ടാക്കുന്ന ആളുകൾ ആരാണെന്ന് കണ്ടുപിടിച്ച സമയത്താണ്. പലപ്പോഴും പല സുഹൃത്തുക്കളും പറഞ്ഞു കേൾക്കാറുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ വിഷമം തോന്നുന്ന ഒരു പറച്ചിലുകളായിരുന്നു. പിന്നീട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പലപ്പോഴും ഒരു വീട് വാടകയ്ക്ക് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഒരു കടമുറി വാടകയ്ക്ക് കിട്ടാനായിട്ടോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയിലുള്ളത് മാത്രമേ പലപ്പോഴും ലഭിക്കാറുള്ളൂ. എന്തോ ആളുകൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഞാനതിന് ഇസ്ലാമോഫോബിയ എന്നൊക്കെ അന്നത്തെ കാലത്ത് വിളിച്ചു. അതേപോലെ തന്നെ പണ്ടൊരു സംഭവം പല ആളുകളും ഇസ്ലാമോഫോബിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേൾപ്പിക്കാറുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ബോംബെയിലേക്ക് പോയ കുറച്ച് മുല്ലാക്ക ആവാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരെങ്ങടേക്കോ പോകുന്ന കാര്യം പറഞ്ഞ സമയത്ത്, അവർ ബോംബെക്ക് പോകുന്ന സമയത്ത് ബോംബെ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഇറങ്ങി ഓടി എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു കഥയുടെ ഇതിവൃത്തം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബോംബുമായി നടക്കുന്നു എന്നുള്ള ഒരു അബദ്ധധാരണ, അകാരണമായിട്ടുള്ള ഭീതി പല ആളുകൾക്കുണ്ട്. അത് ഇസ്ലാമോഫോബിയാണ്. അത്തരത്തിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീവ്ര ഇസ്ലാമിനെതിരെ സംസാരിക്കരുതെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. നിങ്ങൾക്കിത് ഇക്കാലത്ത് യോജിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താം. ഹർഷത് നൂറംതോടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റിൻ്റെ ഭാഗമായിക്കോ. ആളുകൾക്ക് പേടി തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരികയാണ്. അതിലേതിലാണ് നിങ്ങൾക്ക് പേടി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണം.
ഞാൻ എൻ്റെ പേടിയെക്കുറിച്ചിട്ട് പറയുന്നില്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നിങ്ങൾക്ക് ചില വിഷ്വൽസ് കാണുന്ന സമയത്ത് പേടി തോന്നുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ പേടി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ആദില നൂറ ഹോമോസെക്ഷൽ കപ്പിൾസാണ്. അവർ സ്ത്രീയുമാണ്. സ്ത്രീയും കൂടെ ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് കുട്ടികളെക്കുറിച്ചിട്ടുള്ള സ്വപ്നം പോലും ഉണ്ട്. നമ്മളെ ബാധിക്കുന്നതോ നമ്മളെ ഡയറക്റ്റ്ലി ഹാം ചെയ്യുന്നതോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നാനായിട്ടുള്ള സാധ്യത കുറച്ച് ആളുകളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വലിയ രീതിയിൽ വൈറലായിട്ട് സജഷനിലേക്ക് വന്നതാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പേടി തോന്നിയോ? പേടി തോന്നാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എനിക്ക് ചെറിയ രീതിയിൽ പേടി തോന്നി അവരുടെ മുഖംമൂടി പരിപാടിയൊക്കെ കണ്ട സമയത്ത്. എനിക്ക് മുഖംമൂടി വെച്ചിട്ടുള്ള ആളുകളെ പണ്ടേ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ മുഖംമൂടി വെച്ചിട്ടുള്ള ആളുകളെയൊക്കെ തീവ്രവാദികളായിട്ടും അല്ലെങ്കിൽ മുഖംമൂടി വെച്ചിട്ട് മുഖം കാണിക്കാനായിട്ട് വരാത്ത ആളുകളെയൊക്കെ അപകടകാരികളായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോന്നിയ പേടിയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ട് തോന്നിയ പേടിയല്ല. പിന്നെ എഴുതിയത് വായിക്കാനായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു എഴുത്ത് വലിയ പ്രശ്നമുള്ള എഴുത്തൊന്നുമല്ല. എന്നാലും നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. ഹർഷിൽ നൂറന്തോടും മഴവിലിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത്, മഴവിൽ ഭീതിയെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഇവിടെ ഉള്ള ഒരു കൂട്ടം ആളുകളുടെ പേടി ഇതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലേക്ക് വർഗം നോക്കി മതം നോക്കി ഇടപെടുന്ന ഒരു കൂട്ടം ആളുകളെ നല്ല പേടിയുണ്ട് ആളുകൾക്ക്. അങ്ങനെയുള്ള പേടിയെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ പറയുന്ന സമയത്ത് മറ്റേ ഫോബിയൊക്കെ എടുത്ത് താങ്ങി പിടിച്ചുകൊണ്ട് ചില ആളുകൾ വരും. അപ്പോൾ അതുകൊണ്ട് പേടിപ്പിക്കരുത്. പേടിപ്പിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പേടിക്കാതിരിക്കും. അങ്ങനെ പേടിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ സമാധാനത്തോടെ മുന്നോട്ടേക്ക് പോകാം. ഇമാതിരി പ്രാന്തന്മാരുടെ ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകൾ കാരണം സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്കും എന്തൊരു തലവേദനയാണ്. ഇവറ്റകളുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാരണമാണ് പലപ്പോഴും ഈ ഡിസ്ക്രിമിനേഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദിനം വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ രീതികളല്ലാതെ അഫ്ഗാൻ താലിബാൻ ലെവല് വസ്ത്രധാരണമൊക്കെ ആയിട്ട് അതിനോട് ആകർഷണം മൂത്ത് ഈ ഷോ കാണിക്കുന്നവന്മാരെ കാണുന്ന സമയത്ത് ആളുകൾക്ക് പേടി തോന്നുമില്ലയോ? എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. പേടി തോന്നുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പേടിക്കുന്നതിന് കുഴപ്പമൊന്നുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ പേടി എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇമാതിരി പരിപാടികൾ ഒന്ന് ഇവിടെ മനുഷ്യനെ ജീവിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുക എന്നീ കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിക്കുന്നതല്ല. പിന്നെ ഈ ലക്ഷ്മി അതേപോലെ തന്നെ അഭിഷേക് എന്നൊക്കെ പറയുന്ന രണ്ട് പൂത്തിരികളുണ്ട്. ഒരു മറ്റേ പുരുഷ വിരോധി സ്ത്രീയും അതുപോലെ തന്നെ മറ്റൊരു പൂത്തിരി കഴിഞ്ഞ കൊല്ലമൊക്കെ ബിഗ് ബോസിൽ വലിഞ്ഞേറി വന്നിട്ടുള്ള ഒരുത്തനായിരുന്നു. അവനൊരു ജെൻഡർ ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അവന് ബാക്കിയുള്ള ജെൻഡറുകളൊന്നും താല്പര്യമൊന്നുമില്ല. അവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവറ്റകളൊക്കെ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സാധ്യതയാണ് ഇതുപോലെ വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ പ്രാചീന ശിലായുഗ പൂത്തിരികളായിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ, അബ്ദുള്ള ബാസിലും ലെവൻ്റെ അനിയനും. അവന്മാർ ബിഗ് ബോസ് വരെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിൽ പല ആളുകളും ഇനി ദൈവവിശ്വാസികളല്ലാത്തതുകൊണ്ട് നരകത്തിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവന്മാരെ ഇനി കാണേണ്ടി വരുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവന്മാർക്ക് TV ഇൻ്റർനെറ്റൊക്കെ ഹറാമാണ്. അപ്പോൾ അങ്ങനെ ഹറാമായിട്ടുള്ള ബിഗ് ബോസ് ഒക്കെ ഇരുന്ന് കണ്ട് ഹലാലാക്കുന്ന സമയത്ത് അവന്മാർക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ടാവും നരകത്തിൽ. അവിടെ ഇവന്മാർ ഇനി സമാധാനം തരത്തില്ല. അപ്പോൾ ഇമ്മാതിരി പ്രാചീന ശിലായുഗ ടീംസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് പച്ചക്കളർ കണ്ടിട്ടും അവിടെ പോയിട്ട് പച്ച കുത്തിയോ വോട്ട് കുത്തിയോ ചെയ്യരുത്. കാരണം അവൻ നിങ്ങൾക്ക് നാളെ പണി ഉണ്ടാക്കും. കാരണം അവൻ്റെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവൻ്റെ ആളാണെങ്കിൽ മാത്രമേ, അവൻ്റെ അനുവദിക്കപ്പെട്ട ഒരു ബന്ധമാണെങ്കിൽ മാത്രമേ ഇഷ്ടം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടീംസിനൊന്നും വോട്ട് കൊടുക്കത്തില്ല. MSFൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇവനൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, ഇവന്മാർക്കൊക്കെ കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു വോട്ടും കൊടുക്കത്തില്ല. നാട്ടിലുള്ള ഓരോ ആളുകൾക്കും ലഭിക്കുന്ന അംഗീകാരം അവൻ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഇമാതിരി വൃത്തികെട്ട പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പേടിയാണേ, അവർക്ക് ഫോബിയാണേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്ദി.